നാറ്റോയെയും യൂറോപ്യൻ യൂണിയനെയും തകർക്കാൻ പുടിന്റെ വൻ പദ്ധതി. രഹസ്യ നീക്കവുമായി റഷ്യ. നാറ്റോയെയും യൂറോപ്യൻ യൂണിയനെയും ഉള്ളിൽ നിന്നും തകർക്കുക എന്ന ലക്ഷ്യത്തോടെ നീക്കങ്ങൾ നടത്താൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സൈന്യത്തോടും രഹസ്യ അന്വേഷണ ഏജൻസികളോടും നിർദ്ദേശിച്ചതായിട്ടുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. 2025 ഡിസംബറിൽ നടന്ന ഒരു രഹസ്യ യോഗത്തിലെ വിവരങ്ങളെ അടിസ്ഥാനമാക്കി ന്യൂയോർക്ക് ടൈംസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ലക്ഷ്യം നേടാനായി റഷ്യ ഒരു ഇരട്ടതന്ത്രമാണ് രൂപീകരിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. നാറ്റോ കൂട്ടായ്മയുടെ പ്രതിരോധ പ്രതിബദ്ധതകൾ പരീക്ഷിക്കുന്നതോടൊപ്പം മോൾഡോവയെ രാഷ്ട്രീയമായും ഭൗതികമായും അസ്ഥിരപ്പെടുത്തുക എന്നതാണ് പദ്ധതി. പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി സൈബർ ആക്രമണങ്ങളും അടിസ്ഥാന സൗകര്യ അട്ടിമറികളും മുതൽ സായുധ സംഘങ്ങളെ ഉപയോഗിച്ച് നാറ്റോയുടെ കിഴക്കൻ അതിർത്തിയിലൂടെ നുഴഞ്ഞുകയറ്റങ്ങൾ വരെ ഉണ്ടായേക്കാമെന്ന് US രഹസ്യാന്വേഷണ ഏജൻസികൾ വിലയിരുത്തുന്നു. നാറ്റോയുമായുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് തുനിയാതെ യൂറോപ്പിനെ കൂടുതൽ അസ്ഥിരപ്പെടുത്താൻ മോൾഡോവയെ ആയുധമാക്കാനാണ് റഷ്യ നീക്കം നടത്തുന്നത്. യുക്രൈൻ പിടിച്ചെടുക്കുന്നതാണ് പുടിന്റെ പ്രധാന ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യമാണ് മോൾഡോവയുടെ മേലുള്ള നിയന്ത്രണം. റഷ്യയുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ നിന്നും മോൾഡോവയിലേക്ക് നേരിട്ടുള്ള കരപാത നിർമ്മിക്കുന്നതിനായി തെക്കൻ യുക്രൈൻ പിടിച്ചെടുക്കുന്നത് പുടിന്റെ ദീർഘകാല പദ്ധതിയിൽ ഉൾപ്പെടുന്നുവെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. യുക്രൈനും നാറ്റോ അംഗരാജ്യമായ റൊമാനിയയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന 24 ലക്ഷം ജനസംഖ്യയുള്ള ചെറിയ രാജ്യമാണ് മോൾഡോവ. മോൾഡോവയ്ക്കുള്ളിലെ വിഘടനവാദി പ്രദേശമായ ട്രാൻസ്നിസ്ട്രിയയിൽ ദശാബ്ദങ്ങളായി റഷ്യൻ സൈന്യം നിലയുറപ്പിച്ചിട്ടുണ്ട്. ഈ സാന്നിധ്യം തലസ്ഥാനമായ ചിസിനാവിലേക്ക് വളരെ എളുപ്പത്തിൽ ആക്രമണം നടത്താൻ റഷ്യയെ സഹായിക്കും. ഇതിനെ എളുപ്പമാക്കാനായാണ് യുക്രൈന്റെ തെക്കൻ ഭാഗങ്ങൾ പിടിച്ചെടുക്കാനുള്ള പദ്ധതി റഷ്യ തയ്യാറാക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. യുക്രൈന്റെ തെക്കു പടിഞ്ഞാറൻ അതിർത്തിയോട് ചേർന്നാണ് മോൾഡോവ സ്ഥിതി ചെയ്യുന്നത്. മോൾഡോവയിൽ നിയന്ത്രണം ലഭിച്ചാൽ യുക്രൈനിലെ തന്ത്രപ്രധാന തുറമുഖ നഗരമായ ഒഡെസയെ പുറകിലൂടെ ആക്രമിക്കാനും വളയാനും റഷ്യക്ക് എളുപ്പമാകും. നാറ്റോ അംഗരാജ്യമായ റൊമാനിയയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് മോൾഡോവ. റഷ്യ അവിടെ സ്വാധീനമുറപ്പിച്ചാൽ നാറ്റോയുടെ കിഴക്കൻ അതിർത്തിയിലേക്ക് നേരിട്ട് സൈനിക സാന്നിധ്യം വ്യാപിപ്പിക്കാനും റഷ്യക്ക് കഴിയും. അതേസമയം പോളണ്ടും ബാൾട്ടിക് രാജ്യങ്ങളും അണക്കെട്ടുകൾ, പവർ സ്റ്റേഷനുകൾ, ഗ്യാസ് ശൃംഖലകൾ എന്നിവ ഉൾപ്പെടെയുള്ള നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ചുറ്റുമുള്ള സുരക്ഷാ പ്രോട്ടോകോളുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വ്യാജ പതാക പ്രവർത്തനങ്ങൾ മോസ്കോ ഉക്രൈനിയൻ നിർമ്മിത ഡ്രോണുകൾ വിന്യസിച്ചേക്കുമെന്ന് അധികൃതർ ഭയപ്പെടുന്നു. അത്തരമൊരു പ്രവർത്തനത്തിന്റെ ലക്ഷ്യം ഭൗതികമായ നാശമല്ല, നാറ്റോയ്ക്കുള്ളിൽ രാഷ്ട്രീയ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുക എന്നതായിരിക്കും. ഒരു ബാൾട്ടിക് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥൻ വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിനോട് പറഞ്ഞു. ഇത് വാഷിംഗ്ടണിനെയും യൂറോപ്യൻ തലസ്ഥാനങ്ങളെയും ആട്രിബ്യൂഷനെ കുറിച്ചും കൂട്ടായ പ്രതികരണം ആരംഭിക്കണമോ എന്നതിനെ കുറിച്ചും ചർച്ച ചെയ്യാൻ നിർബന്ധിതരാക്കും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.